ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്ന് പ്രോജക്റ്റിൻ്റെ ഡേ 2 ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഷെർബിയുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് പോണത് ബസ്സിനാണ് ഗൈസ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ നടന്നാണ് പോയത്. അപ്പോൾ ഒരുപാട് ചുറ്റിയിട്ടാണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ബസ്സിന് പോയിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണ് എന്നൊക്കെ, രണ്ടും അറിയാലോ എന്നുള്ള ഞങ്ങൾ ഇന്ന് ബസ്സിന് പോകാൻ തീരുമാനിച്ചു ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമാണ് കിട്ടുള്ളൂ. കാരണം എനിക്കിന്ന് 10 മണിക്കാണ്, അവൾക്കിന്ന് 11 മണി ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, അവൾ എന്നെ ബസ് സ്റ്റോപ്പ് വരെ ആക്കി തരാൻ വരികയാണ്. അപ്പം ഞാൻ ഏത് ബസ്സിലാണോ കയറുന്നത് അവൾക്കും അതിൽ തന്നെ കയറണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിതാ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ബസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ബസ് ഉണ്ട് ഗൈസ്, പക്ഷേ നമുക്ക് പോകേണ്ട അടുത്തേക്ക് ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ആലുവയിലേക്ക് ബസ് ഉണ്ട്. പക്ഷേ നമുക്ക് പോകേണ്ടത് എറണാകുളം അല്ലെങ്കിൽ ചേർത്തല ബസ്സിലാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ഇവിടുന്ന് ബസ് ഇല്ല ഗൈസ്. കുറേ നിന്ന് ഒരുപാട് നേരം നിന്നാൽ 1-2 അങ്ങനെയാണ് തോന്നുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ട്. എല്ലാ വണ്ടികളും പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടിയിട്ടുള്ള ബസ് മാത്രം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അവസ്ഥ. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഗൈസ് അവസ്ഥ. അപ്പോൾ ഇന്നിതാ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ് സ്റ്റോപ്പിൽ. പിന്നെ അപ്പോൾ ഇവിടെ ബസ്സില്ല ഗൈസ്, നമ്മൾ വീണ്ടും പെട്ടു. രണ്ടാമത്തെ ദിവസം ഇങ്ങനെ എത്താനുള്ളതാണ് നമ്മൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ട്. നമുക്ക് അവിടെ ബസ്സില്ല, ഫുൾ ആലുവയിലേക്ക് വന്നിട്ട് നമുക്ക് പോകുന്നത് ഇങ്ങോട്ടേക്കാണ്. പിന്നെ അവസാനം നമ്മളിവിടുന്ന് ഒരു ഓട്ടോന് കയറി HMT ജംഗ്ഷനിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ബസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു അവിടെയുള്ള ഒരു ചേച്ചി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ ഓട്ടോയിൽ കയറി കേട്ടോ. പിന്നെ അവരവിടുന്ന് HMT ജംഗ്ഷനിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ അവിടുത്തെ ബസ് സ്റ്റോപ്പിലേക്കാണ് കഴിച്ച് പോണത്. അപ്പോൾ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ പോയി കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നിൽക്കുമ്പോഴത്തേക്കും ചേർത്തല ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ KSRTC ആണെന്ന് തോന്നുന്നു ഇവിടെ കുറച്ചുകൂടി കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നിൽക്കുമ്പോഴേക്കും എനിക്ക് KSRTC കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ കുസാറ്റിലേക്ക് പോവാണ്. അപ്പോൾ പിന്നെ ഞാനിതാ കുസാറ്റ് എത്തി, അവിടെ ഇറങ്ങി. പിന്നെ ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നോട്ടേക്ക് നടന്നു നോക്കുന്ന സമയത്ത് നമ്മൾ മെട്രോയിൽ ഇന്നലെ പോയ ആ ഒരു വഴി കണ്ടു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് പിന്നെ ഓർമ്മയായിട്ടുണ്ടായിരുന്നു എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ള. അപ്പോൾ ഞാൻ നേരെ ലാബിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇതായിട്ട് പിന്നെ ലാബിലെത്തിയിട്ടുണ്ട്. പിന്നെ ലാബിൽ നമുക്ക് ഒരുപാട് പണികളുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് സാമ്പിൾ പ്രിപ്പയർ ചെയ്യണമായിരുന്നു. സാമ്പിൾ എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് തക്കാളി. ചീഞ്ഞ തക്കാളിയാണ് ഇതിൻ്റെ എടുക്കേണ്ടത്. ചീഞ്ഞ തക്കാളി, ഒരു ഫ്രൂട്ടും ഒരു വെജിറ്റബിൾസും ആണ് എടുക്കുന്നത്. അപ്പൊ ബനാന എവിടെ? അപ്പൊ നമ്മള് ഈ കെട്ട ഭാഗം മാത്രമേ, ചീഞ്ഞ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ തോലാദ്യം വരാം. ഇത് നമ്മൾ ഗായത്രി തിന്നു. ഈ സംഭവത്തിന്റെ പേര് പറഞ്ഞോടാ. ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമ്മളിപ്പോ ഉള്ളത് ബയോസിസ് കളശ്ശേരിയാണ്. കളശ്ശേരി ഇതരക്കാം. അപ്പോൾ ഇവിടെ ഓരോ ഗ്രൂപ്പിനും ഓരോന്നാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കേടായിട്ടുള്ള പഴവും അതുപോലെ തന്നെ കേടായിട്ടുള്ള തക്കാളിയും അതിലുള്ള സാമ്പിൾ എടുക്കാനാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്യാനാവത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ സാമ്പിൾ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടേത്. അപ്പോൾ ഗൈസ്, ഇവിടെ നമുക്ക് കെട്ട ഫ്രൂട്ട്സും വെജിറ്റബിളും മാത്രമല്ല കറിവേപ്പിലയുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ള പണി. ഇത് കറിവേപ്പില കരുതുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേ? പൊടിക്കാനാ?
ഇന്നലെ ഉണ്ടാക്കിയത് ഇന്ന് ഉണ്ടാക്കി തീർച്ചയായും ഉണ്ടാക്കി പിന്നെ നമ്മൾ അതിന് പിന്നെ ഇതാ നമ്മളിവിടുന്ന് സാമ്പിളിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് കഷ്ടപ്പാടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ നമ്മളിവിടെ സാമ്പിളിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഉച്ചാന്നൊന്നും പറഞ്ഞോടെ ഏകദേശം നമ്മുടെ പണി കഴിച്ചിട്ടാണ് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതാ നമ്മൾ ഇതിലൊരു ഒന്ന് വാങ്ങിച്ചതായിരുന്നു ഗൈസ് ഈ ഒരു ടിഫിനെല്ലാം. അപ്പോൾ ഇതാ നമ്മൾ ഹോസ്റ്റലിൽ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചോറുണ്ട്, ഉപ്പേരിയുണ്ട്, പിന്നെ അച്ചാറുണ്ട്, പിന്നെ കറിയുണ്ട് ഗൈസ്. പിന്നെ ഇത് ഇവിടുത്തെ രജിസ്റ്റർ ബുക്കാണ് കേട്ടോ. നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും ഇതിൽ സൈൻ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പായതുകൊണ്ട് പല സമയത്താണ് കേട്ടോ വിടാറുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആരും അങ്ങനെ കണ്ടുമുട്ടാറില്ല ഗൈസ്. അവിടുന്ന് കണ്ടാൽ പിന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു കേട്ടോ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി പോയി ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച്. പിന്നെ ഞങ്ങൾ നേരെ നടക്കുകയാണ് ഗൈസ്. തിരിച്ച് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇന്നലെ പോയ വഴിയല്ല പോകുന്നത്, വേറൊരു വഴിയാണ് കേട്ടോ. ബാക്കിലൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ അതിലേ പോയാൽ പെട്ടെന്ന് എത്തുന്നുള്ളതിൽ ഞങ്ങൾ അതിലേ വന്നു. നോക്കുമ്പോൾ അത് ഞങ്ങളുടെ വെറും വിചാരം മാത്രമാണ് ഗൈസ്. ഞങ്ങൾ ഒരുപാട് നടന്നു കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് നടന്നു. ഇതല്ലേ നമ്മൾ ഇന്നലെ വന്ന വഴി. നമ്മൾ പിന്നെയും വഴി തെറ്റി ഇപ്പോൾ നേരെ വഴിക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ പോയ വഴിയാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ചുറ്റി വരികയാണ്. ഇന്ന് നമുക്ക് എന്തായാലും വഴി തെറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ഞങ്ങളിവിടെ തുറന്നിക്കൊന്ന് അപ്പുറമുള്ള ആ സെക്യൂരിറ്റീനോട് മര്യാദയ്ക്ക് ചോദിച്ചു. നമ്മൾ കുറേ നടന്നു ഗൈസ്. നമ്മൾ നടന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഈ കുസാറ്റ് ഫുള്ള് നമ്മൾ നടന്ന് കാണും. ഇനി എന്തായാലും നമുക്ക് റൂമിലേക്ക് പോവാം. ഇടാത്ത പശുവിനെ ഞങ്ങൾ വീണ്ടും കണ്ടു. അപ്പോൾ അത് നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. നമുക്ക് വേഗം പോകാം. പിന്നെ ഇതാ നമ്മൾ കണ്ട ആ ഒരു റബ്ബർ തോട്ടം. റബ്ബറാണെന്ന് തോന്നുന്നു. നമ്മൾ ഫൈനലി ഇന്നലെ പോയ വയ്യെത്തി. ഇനി നമുക്ക് വഴി അറിയാം. ഇനി നമ്മളെ തെറ്റില്ല ഗൈസ്. അപ്പോൾ ഇതാ ഗൈസ്, പിന്നെ ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്താനായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ